നമസ്കാരം. ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് കറന്റ് ഒരു ട്രെൻഡ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയിലും കറന്റ് ഒരു ട്രെൻഡ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ചിരുന്നതാണ്. 19,200-300 റേഞ്ചിന്റെ അടുത്ത് നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ഏരിയ ആണ്. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഷോർട്ട് സെല്ലേഴ്സ് അഗ്രസീവായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. മാത്രമല്ല, ഈ ഒരു റെഡ് കളർ ക്യാൻഡിൽസ്റ്റിക് വന്നപ്പോൾ, വലിയൊരു റെഡ് കളർ ക്യാൻഡിൽസ്റ്റിക് വന്നപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇതൊരു ഫാൾസ് ബ്രേക്ക്ഔട്ടിനാണ് സാധ്യത. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം നിഫ്റ്റിയിലും ഈ ഒരു ബൈയിലേക്ക് കടന്നിരുന്നു. അതിനുശേഷം അതിലും നിഫ്റ്റിയിൽ നമ്മളൊരു ടാർഗറ്റ് ലെവൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 19,500 മുകളിൽ, അതുപോലെ തന്നെ 19,600 മുകളിലാണ് നമ്മൾ ആ ടാർഗറ്റ് ലെവൽ നമ്മൾ നൽകിയിരുന്നത്. ഈ ഒരു രണ്ട് ടാർഗറ്റ് ലെവൽ നമ്മൾ നൽകിയിരിക്കുന്ന ടാർഗറ്റ് രണ്ട് ലെവലും അച്ചീവ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് ഒരു ട്രെൻഡ് എന്താണ്? ഈ ഒരു കറണ്ട് ട്രെൻഡ് സ്റ്റിൽ ബൈ ട്രെൻഡിൽ തന്നെയാണ്, ബൈ സെന്റിമെന്റിൽ തന്നെയാണ്, ബൈ ഓൺ എവരി ഡിപ്പ് തന്നെയാണ് സ്ട്രാറ്റജി വരുന്നത്. പക്ഷെ ഇത് 19,800 എന്ന് പറയുന്നത് നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ സൂചിപ്പിക്കാറുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ 19,800 എന്ന് പറയുന്നത് നിഫ്റ്റിയിലും ഒരു സൈക്കോളജിക്കൽ ഒരു ഏരിയ ആയിട്ട് വരും. ഈ റേഞ്ചിന്റെ അടുത്തെത്തും തോറും നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രഷർ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിഫ്റ്റി ഇൻ കേസ് ഇതിന്റെ മുകളിലേക്ക് ഒരു ഹോൾഡിൽ നിലനിൽക്കുന്നത് വരെ നിഫ്റ്റിക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ട്രെൻഡ് ബൈലായതുകൊണ്ട് തന്നെ നല്ലൊരു സപ്പോർട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയെ തിരിച്ചു കയറും. കറണ്ട് ട്രെൻഡ് മാറിയിട്ടില്ല. കറണ്ട് സെന്റിമെന്റ് സ്ട്രോങ് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ്. പക്ഷെ കറണ്ട് സെന്റിമെന്റിൽ എപ്പോൾ മാറും എന്നൊക്കെ വരും ദിവസത്തെ വീഡിയോസ് കൃത്യമായിട്ട് നിലനിൽക്കുക. കാരണം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് 19,600 താഴത്തേക്ക് വന്നപ്പോൾ തന്നെ ഫാള് നമ്മൾ ഇവിടുന്ന് പ്രഡിക്ഷൻ നടത്തിയിരുന്നു. അതിനുശേഷം നമുക്ക് ഈ ടാർഗറ്റ് ലെവൽ, ഈ ഒരു ലെവൽ 200-300 എത്തിയ സമയത്ത് തന്നെ നമ്മൾ അത് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് അതിൽ ബൗൺസ് ചെയ്യുന്നു. മാത്രമല്ല, ഇവിടുന്ന് ഒരു ബൈയും നമ്മൾ സജഷൻ നടത്തിയിരുന്നു. അപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോൾ ഈ ഒരു കറണ്ട് ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ എപ്പോഴാണ് വരും ദിവസത്തെ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. പക്ഷെ കറണ്ട് ഒരു സെന്റിമെന്റ് സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ 19,800 അടുത്തെത്തുന്ന ഒരു സമയത്തും ഇനി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബൈയിലേക്ക് നിലനിൽക്കാതിരിക്കുക. ഇൻ കേസ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രെൻഡിൽ മാത്രം നിലനിൽക്കുക. ഈ ഒരു ഹയർ ലെവല് ബൈയുടെ ഒരു പൊസിഷൻ നിലനിർത്താതെ, ഹോൾഡിംഗ് നിലനിർത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് നല്ല റൈറ്റ് ഓപ്പർച്യൂണിറ്റി, റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റികൾ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻട്രാഡേയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. 5 മിനിറ്റിലായാലും ഇന്നത്തെയായാലും മാർക്കറ്റ് വർക്ക് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് 19,640 അടുത്താണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു റെസിസ്റ്റൻസ് വർക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ആയാലും 19,640 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നായാലും അല്ല റൈറ്റ് ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി, എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് ശ്രദ്ധിക്കുക. മാത്രമല്ല, നമ്മൾ നിഫ്റ്റിയിലും 19,500 കഴിഞ്ഞ മുൻപത്തെ ദിവസങ്ങളിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. 19,500 താഴത്തേക്ക് വന്നതിന് ശേഷമായാലും 510 മുകളിലേക്ക് ബൗൺസ് ചെയ്താൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ബൈയുടെ പൊസിഷൻ നമുക്ക് എടുക്കാമെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ റൈറ്റ് ഏരിയയിൽ നിന്നായിരിക്കണം എപ്പോഴും ബൈ എടുക്കുന്നത്. റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താലാണ് ഇതേപോലത്തെ വലിയൊരു മൂവ്മെന്റും ചെറിയൊരു റിസ്കിൽ നമുക്കൊരു ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് എപ്പോഴും ലഭിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, ഈ ഒരു ട്രെൻഡ് ഹയർ ലെവലിലേക്ക് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ബൈ സെന്റിമെന്റ് തന്നെയാണ്. 19,730 ഹോൾഡ് ചെയ്തുകൊണ്ട് ഇൻ കേസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് 19,730 ഒരു മുകളിലാണ്. 730 ഹോൾഡ് ചെയ്തുകൊണ്ട് 740 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ സെന്റിമെന്റിലാണ്. ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ വലിയ ടൈം ഫ്രെയിമിൽ കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവലിലേക്ക് പോകുന്നതോറും റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. 19,780, 19,800, 19,780, 800 ഈ ഒരു ഏരിയയിലൊക്കെ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് സോണുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നത് ഇവിടെ സേഫ് ആയിരിക്കും. ഇൻ കേസ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 730 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയാലും നെഗറ്റീവ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 19,675 ആണ്. 675 ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുമ്പോൾ ക്വിക്ക്
ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. 675 താഴത്തേക്ക് നിഫ്റ്റി ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 640 സപ്പോർട്ട്, 640 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 675 സപ്പോർട്ടിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ സിഗ്നലാണ്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 675 സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് സാധ്യത കൂടുതൽ. ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. ഇൻ കേസ് 675 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുക. ബൈക്ക് സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ വീണ്ടും തിരിച്ച് 640 ഹോൾഡ് ചെയ്തുകൊണ്ട് 675 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് നിഫ്റ്റിക്ക് സ്ട്രെങ്ത് കിട്ടുന്നത്. അപ്പൊ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലും ബൈസിന്റെ തന്നെയാണ്. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിയുടെ കേസിലായാലും കഴിഞ്ഞ ദിവസത്തെ ഒരു അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിലും 44,200 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 44,300 റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് ഇതൊരു സ്ട്രോങ് ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിലാണ്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്ന. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടൊരു ബൈ സെന്റിമെന്റിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നിലനിർത്തിയിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയ. അപ്പോൾ നിഫ്റ്റിയുടെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ അഗ്രസീവായിട്ടൊരു ബൈക്ക് യൂട്ടിലൈസ് ചെയ്യാതിരിക്കും. എനിക്ക് ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ. അതുപോലെ തന്നെ റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വരുന്ന ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഏതാണ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. 44,900 റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ 44,900 റെസിസ്റ്റൻസ് ഏരിയയുടെ താഴെ ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 900ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി. ഇൻ കേസ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ 45,050 റെസിസ്റ്റൻസ് ആണ്. 50 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ 44,900 ബ്രേക്ക് ചെയ്താൽ 900 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓപ്പൺ ചെയ്ത് 45,050 മുകളിലാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി. ചെറിയ ടൈം ഫ്രെയിമിൽ വലിയ ടൈം ഫ്രെയിമിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവൽ ഇല്ല. 45,050 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 44,900 ബ്രേക്ക് ചെയ്താലാണ് വീക്ക്നെസ്. അതുപോലെ തന്നെ 44,900 ബ്രേക്ക് ചെയ്ത് വരുന്ന ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ 44,650 സപ്പോർട്ടാണ്. 650 സപ്പോർട്ടിന് താഴെ 44,550 സപ്പോർട്ടാണ്. അപ്പൊ 550 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 650ന്റെ മുകളിലേക്ക് നിലനിന്ന ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആണ്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 650ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആണ്. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.